ഫ്രൂട്ട്സ്. എൻ്റെ ദൈവമേ, ഓ ഓ മറ്റേ ദൂരിയാണ് അത് സ്വപ്നത്തെ പോലും മേടിക്കില്ല. ഞങ്ങൾക്ക് മടുക്കല്ല, ഞങ്ങൾ പെട്ടുപോയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ് ഇത്. എന്തത് ഫ്രൂട്ട്സിൻ്റെ ഒരു ലോകമാണ് ഇത്. എൻ്റെ അമ്മോ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനിത് കണ്ടപ്പോൾ. അതും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 10 അടി നടക്കാനില്ല. ഏയ് വാ, നല്ല സ്ട്രോബെറി, നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി വരാറായിട്ടാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങാനും പെട്ടെന്ന് വിശന്നാലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ നല്ലത് കാണുമ്പോൾ നാട്ടിക്കും മേടിക്കും കേട്ടോ. ഇത് വിക്ടോറിയ പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ ഇങ്ങനെ ഇമേജാണ്. അപ്പൊ നമുക്ക് ഒരു ചേട്ടനെ കൊണ്ട് പോകാം. അവിടെ നിന്നൊന്നും വരുന്നില്ല. ഒരു ഇങ്ങനെ കേറി കേറി പോവാനിട്ടാ നല്ല രസമുണ്ട്. ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കൊറേ മാഗ്നറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ റോത്തോസ് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. വിക്ടോറിയ ഹാർബർ ഫെറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂത്തോസിന് പഠിക്കാണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. അപ്പോൾ എനിക്ക് അതോ ഓർമ്മ വരണേ ഫെറി എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇനി എന്താണ് അടുത്ത പ്ലാൻ നോക്കിയിട്ടിരിക്കുക. അപ്പോൾ ഒരു ബോട്ട് ഇങ്ങനെ അടുക്കുന്നുണ്ട്, ഒരു ക്രൂസ്. അപ്പോൾ ഇനി അതിലാണോ അവർ കയറാൻ പറയണേന്നുള്ളത് ഒന്നുകൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ഫെറി ഇതിൻ്റെ വിക്ടോറിയ സ്റ്റാർ ഫെറിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കറക്റ്റ് നെയിം, എനിക്ക് കറക്റ്റ് നെയിം അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ ആ ക്രൂസിക്ക് കിടക്കാൻ പോവാണ്. കണ്ടില്ലേ ബോട്ടിനുള്ളിൽ ഇങ്ങനെ നല്ലോണം ഷേക്കിങ് ഉണ്ട് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, ഞങ്ങള് ഇവിടെ കേറി എന്തായാലും ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങള്. അങ്ങനെ ബോട്ടില് ഈ വ്യൂ രക്ഷയില്ലാട്ടോ. ഇതൊക്കെ ശരിക്കും ഒന്ന് കണ്ടതാണ്. ഈ വീഡിയോ കൂടെ ഒന്നും 10% പോലും എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയാ കാണാൻ. വാവ്, തുന മേടിച്ചൊരു ടോയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മള് ദുബായിലോ അബുദാബിയിലോ വെച്ചിട്ട് കണ്ടിട്ട് മേടിച്ചില്ല. പക്ഷെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അവൾ കയ്യോടെ തന്നെ മുറുക്കെ പിടിച്ചത് മേടിപ്പിച്ചു.
അപ്പൊ ഇതൊരു ബലൂൺ ആവും. ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഒരു ജെല്ലാണ്, അതൊരു സ്റ്റിക്കിലാക്കിയിട്ട് അതിങ്ങനെ ബ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബലൂൺ ആയിട്ട് കിട്ടും. ഫേക്ക് അല്ല, ആദ്യം അവള് ചെയ്തപ്പോ തെറ്റിപ്പോയിരുന്നേ, പിന്നെ അവളുടെ അപ്പൻ ചെയ്തപ്പോഴാണ് അത് കറക്റ്റ് ആയത്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യേ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്നൊരു 15 അല്ലെങ്കിൽ എത്ര മിനിറ്റാ പറഞ്ഞേ, 13 മിനിറ്റ് കഴിഞ്ഞ ഒരു സ്ട്രീറ്റ് വാക്കിംഗ് ഏരിയ ഉണ്ട് പറഞ്ഞു. ഞാൻ നൈറ്റ് മാർക്കറ്റ്, ടെമ്പിൾ സ്ട്രീറ്റ് നൈറ്റ് മാർക്കറ്റ്. അപ്പം എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അടുത്തുണ്ടായിട്ട് പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ സ്ട്രീറ്റ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റാണ് റൂത്ത് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഫുൾ ഫുഡാണ്. ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. റൂത്ത് ഉണ്ണിക്ക് കൊടുത്തേ. താറാവിന്റെ കാല് മുതൽ താറാവിന്റെ ഫുള്ള് വരെയുണ്ട്. ഇവിടെ ഒരു കടൽ കയറി